ചങ്ങായിമാരെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കൊണ്ടോട്ടി ഭാഗത്ത് ഒരു വീടിൻ്റെ സൈഡിലുള്ള പറമ്പിലുള്ള കിണറിൻ്റെ വക്കത്താട്ടോ. അതായത് വീട് അടുത്ത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു പുതിയൊരു വർക്ക് കിട്ടിയതാണ്. ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണ സംഭവം എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ, ഈ കിണറിന് ഏകദേശം 3 മീറ്ററിൻ്റെ വട്ടം വരുന്നുണ്ട്. പഴയ കാലത്തെ കിണറാണ്. 2 ഫില്ലർ വെറൈറ്റി കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വെള്ളം മുക്കാൻ വേണ്ടിയിട്ട് ഒരു റെയിൽ കൊടുത്തിട്ടുണ്ട്. വെള്ളം മുക്കണ കിണറും ആണ്. ഓക്കെ, കിണറിൻ്റെ ആയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ഒരു 10-15ഓളം പടവ് താഴ്ച വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ സംഭവിച്ച പ്രശ്നം അവിടെയൊക്കെയാണ് ഈ കിണറിൻ്റെ സൈഡിൽ മൊത്തമായിട്ട് ഒരു ബോക്സ് പോലെ കെട്ടിക്കാണ്ട് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും കഴിഞ്ഞ മഴയ്ക്ക് കണ്ടമാനം വെള്ളം അവിടെയും ഇവിടെയും ചാടി ഇവിടെയൊക്കെ ഒരു താഴത്തേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഈ അൾമാറിൻ്റെ അടിവാങ്ങുണ്ടോ റൗണ്ടിൽ മൊത്തമായിട്ട് മണ്ണ് വീണ് കിടക്കുകയാണ്. ഫുള്ള് കിണറ്റൊക്കെ മണ്ണ് പോയി. ശുദ്ധമായ വെള്ളമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ ഡേഞ്ചർ എന്താ വെച്ചാൽ ഈ കാണുന്ന അൾമാറുണ്ടല്ലോ, അൾമാറൊക്കെ ഫൗണ്ടേഷൻ ഇല്ല. ഒറ്റ കല്ല് മാത്രം പഴയ ആൾക്കാർ ഒരു ബീം പോലെ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, പ്രൊജക്ഷൻ. ബാക്കി നേരെ 2 ഇഞ്ച് വലിച്ചുകാണ്ട് എന്താക്കിക്കാണ് ഈ അൾമാറ കെട്ടിച്ചിക്കാണ്. എന്തെന്നായാലും എല്ലാ കല്ലും ഇപ്പോഴത്തെ അവസ്ഥയിൽ റൗണ്ടായിട്ട് വായുവിൽ നിൽക്കുകയാണ്. കിണറിൻ്റെ വക്കത്ത് നിൽക്കാൻ തന്നെ ബേജാറുണ്ട്. ഇനി ഒരു ഏകദേശം ഒരു 4-5 ദിവസം മഴ പെയ്തിക്കണം. എന്താ ഉണ്ടാവുക വെച്ചാൽ ഇത് മൊത്തമായിട്ട് പോയി കിണറ്റിക്ക്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടുത്തെ ക്ലൈൻറ്റിന് ഒരു പരിഹാരം വേണം. ഇവിടെ ഇത് കണ്ടമാനം വെള്ളം ഇറങ്ങാനുള്ള മെയിൻ കാരണങ്ങൾ എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെയാണ് ഈ ഓടും പുറത്തുനിന്ന് വരുന്ന വെള്ളം കണ്ടോ, ഷീറ്റ്. അതിൽ കൂടെ കുറേ വെള്ളം അവിടെ ചാടിയുണ്ടാവും. അവിടെ ഇങ്ങനെ ചാടുമ്പോൾ വെള്ളം മൊത്തമായിട്ട് എന്താവും പറയുക, കോൺക്രീറ്റൊക്കെ കറക്റ്റ് കുറേ കാലം പഴക്കമുള്ള കോൺക്രീറ്റ് അല്ലേ, അതൊക്കെ പൊട്ടിയുണ്ടാവും. അതിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് എന്താക്കിക്കേണ്ടത്, ഭൂമിക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ലോഡായി കണ്ട് മണ്ണെടുത്ത് തള്ളുക ചെയ്യാം. ഇതിൽ കൂടി ഷീറ്റുണ്ട്. അപ്പോൾ എൽ ഷേപ്പിൽ ഇവിടെ മൊത്തം വെള്ളം ചാടിക്കാണ്ട് ഇവിടെ നാശമായി. അതേപോലെ തന്നെ ഇവിടെ ഈ മരത്തുമ്മന്നൊക്കെ കുറേ വെള്ളം വീണുണ്ടാവും. അങ്ങനെ വീണുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇടിഞ്ഞിക്കേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ, ഫുള്ള് റൗണ്ടിൽ മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വർക്കുകൾ ഒരുപാട് വീടുകൾ ചെയ്യാനുണ്ടാവലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് നമുക്ക് ചില സൈറ്റ് കണ്ടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അൾമാറൊക്കെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ സ്റ്റേജ് നിർബന്ധമായിട്ട് കെട്ടണം. സ്റ്റേജ് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടമാനം മണ്ണായിക്ക് വീകും. അപ്പോൾ സ്റ്റേജ് കെട്ടിയിട്ട് ആദ്യം ഈ അൾമാറിനെ കല്ല് വെച്ചുകാണ്ട് 4 ഭാഗത്ത് ലോക്കാക്കിയിട്ട് ബീം ഇട്ടുകാണ്ടും സെറ്റാക്കാൻ പറ്റും. അതേപോലെ തന്നെ കെട്ടിക്കാണ്ടൊക്കെ സെറ്റാക്കാൻ പറ്റലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പല വീടുകളിലും, സാമ്പത്തികത്തിനനുസരിച്ച് പല ആൾക്കാർക്കും. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ സ്റ്റേജ് എന്തായാലും വേണം. പക്ഷേ മണ്ണ് തുരന്ന് കഴിച്ചിരിക്കുകയാണെങ്കിൽ ഈ അൾമാറ മൊത്തം പോകും. കാരണം ഈ അൾമാറിൻ്റെ ഉൾമുറയുണ്ടല്ലോ കിണറിൻ്റെ ഉള്ളിക്കുള്ള, അതിൻ്റെ കാട്ടി ഏകദേശം ഒരു 40 സെൻറ്റോളം ഉള്ളിക്ക് താഴത്ത് മണ്ണ് ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ തുറക്കുമ്പോൾ എന്തായാലും ഇത് വായുവിലാവും. പിന്നെ സ്റ്റേജ് കെട്ടിയിട്ട് നമ്മൾ സേഫ്റ്റിയോടെ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേജും നമ്മൾ എല്ലുംപാടെ കിണറ്റിക്ക് പോയിട്ട് ഗുലുമാലാവും. ഈ ഇടിഞ്ഞ ഏരിയൻ്റെ ഒരു 2 അടി താഴെ നല്ലൊരു അടിച്ച് പൊളി എകരം കെട്ടും സ്റ്റേജ്. കാരണം ഈ കിണറിൻ്റെ ഉള്ളിൽ പാറ കാണുന്നില്ല, അടിയിലുണ്ടായിരിക്കും. ഇവിടെ മൊത്തം മണ്ണാണ്. അടിയിൽ എന്ന് പറഞ്ഞാൽ നിലത്തല്ലേ ഉദ്ദേശിച്ചത്, ഫ്ലോറല്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചുമരോടിയും പാറില്ല. അപ്പം നമ്മളെന്താക്കുന്ന ആ ഇടിഞ്ഞ ഏരിയന്ന് ഒരു 2-3 അടി താഴ്ചയിൽ നല്ല ലെവലിൽ സ്റ്റേജ് കെട്ടിയാണ്ട് അതിൻ്റെ മുകളിൽ ദാർപ്പായിട്ട് മൂടും. ദാർപ്പായിട്ട് മൂടിയിട്ട് ഈ കാണുന്ന ഗ്യാപ്പില്ലേ, ഈ ഇടിഞ്ഞ ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ ഒന്നും പാടെ നല്ലപോലെ തുറന്നിട്ട് അവിടെ തന്നെ കല്ല് വെച്ചുകാണ്ട് മൗട്ട് ചെയ്യാൻ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സേഫ്റ്റിയുള്ള പണി എന്താ അറിയോ, എന്താണ്, നമ്മൾ അവിടെ സ്റ്റേജ് കെട്ടിക്കാണ്ട് ഈ അൾമാറ മൊത്തം ഊരുക. അൾമാറ ഊരി മൊത്തം പുറത്തേക്ക് വെച്ചതിന് ശേഷം ആ മണ്ണില്ലേ, ആ കിണറിൻ്റെ റൗണ്ടിനനുസരിച്ച് നമ്മൾ മണ്ണ് ചെക ഉണ്ടാക്കിയിട്ട്, ചെക എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ടാക്കുക, ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് എന്താക്കുന്ന അറിയാം, പ്ലൈവുഡിനെ ഷീറ്റ് അടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ബീം അടിക്കും, ഒരു ഹെവി ബീം റൗണ്ടിൽ. ഇത് ആ ബീമിൻ്റെ മരയ്ക്ക് വീണ്ടും ഈ ഊരി വെച്ച അൾമാറ കെട്ടിക്കാണ്ട് സെറ്റാക്കുക, പരിപാടി കലാസ്. അങ്ങനെ ആകുമ്പോൾ എന്താ ലാഭം വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി ബൈ ചാൻസിൽ ഇവിടെ ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെയും ഇതേപോലെ മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ നിൽക്കും. പക്ഷേ ഈ ബീം കാരണം എന്താവും, എവിടെ ഇടിഞ്ഞാലും കെട്ടുപോകില്ല, അങ്ങനെ തന്നെ നിൽക്കും. കാരണം എന്താണെന്നറിയോ, പിന്നെ നമ്മൾ ഓവർ മണ്ണ് താത്തിരിക്കൽ വെള്ളമല്ല. കാരണം ഇത് മൊത്തമായിട്ട് പാറ. ഉദാഹരണത്തിന് ഈ അൾമാറ മൊത്തം ഊരി വെച്ചതിന് ശേഷം ഒരു 2 മീറ്റർ താന്നിക്കാണ് പാറ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാറ വരെയുള്ള മണ്ണ് എടുക്കാമായിരുന്നു. അപ്പോൾ ബീമിൻ്റെ ആവശ്യമില്ല. ഇനി ഈ കിണറിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടാണെങ്കിൽ ഈ മുകളത്തെ അൾമാറ ഊരി കഴിഞ്ഞാൽ ഇപ്പോൾ ആ കാണുന്ന വെള്ളത്തിന് നിലനിൽപ്പുണ്ടല്ലോ, വെള്ളത്തിന് ടോപ്പ് ഭാഗം, അത് വരെ ഓടിയും ചുമരുമ്പോൾ പാറില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ താത്തുമ്പോൾ എന്താ പറയുക, ഓടി മണ്ണാണ് കാണുന്നത്. അപ്പോൾ ഓവർ താത്തണ്ട. ഇടിഞ്ഞ ഏരിയത്തെ ആ വൃത്തികേട് മൊത്തം കവർ ചെയ്യണ കുളത്തിൽ എന്താക്കുക, താഴത്ത് സ്റ്റേജ് കെട്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ട് മുകൾക്ക് പണിത്താൽ മതി. ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുക, അൾമാറ മൊത്തം ഊരിയ ബീം അടിച്ചുകാണ്ട് വീണ്ടും ഈ കല്ല് വെച്ചുകാണ്ട് കെട്ടി തേച്ചാണ് മടക്കി തരും.
അതിനാണ് കായ്. എന്തേ അപ്പൊ ചില വീട്ടിൽ നമ്മൾ ഇങ്ങനത്തെ പണിക്ക് പോയിക്കാണ് ചില ആൾക്കാർ എന്താ പറയാന്നറിയോ, നമുക്ക് അൾമാറ ഊരണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും നൈസായിട്ട് ആ ഗ്യാപ്പ് തുറന്നു കണ്ടിട്ട് കല്ല് മുട്ടിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ എന്താ ഉണ്ടാവുക, എന്താ ഉണ്ടാവുക, അത് പിന്നെ വെള്ളം വന്നിക്കാണെങ്കിൽ പിന്നെ ഇവിടെ അതേ മറ്റം സംഭവിക്കും, ആ കല്ല് വീണ്ടും പോവും. ഇങ്ങനത്തെ വർക്ക് നമ്മൾ ഒരുപാട് ചെയ്താണ്. ആ തീർച്ചയായിട്ടും പോവും. അങ്ങനെ ആക്കണോ? നമ്മളീ പറഞ്ഞ കുളത്തിലാക്കണോ അതോ നമുക്ക് ലോക്കൽ പണി മതിയോ? അങ്ങനല്ല, സാമ്പത്തിക കുറവ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളിപ്പോ ഈ അൾമാറ പൊളിക്കാതെ അവിടെ സ്റ്റേജ് കെട്ടിയിട്ട് ചെറുങ്ങനെ തുറന്നുകാണ്ട് ഇപ്പൊ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഏത് ആ മണ്ണിന്റെ പൊത്ത്, അതടയ്ക്കാൻ ഞങ്ങളടുത്ത് പല വഴികളുണ്ട്. നമ്മൾ ഈ 12-ന്റെ കമ്പി ഉണ്ടെന്ന് കണ്ട് മണ്ണ് അടിച്ചു കയറ്റും. അടിച്ചു കയറ്റിക്കാണ്ട് നമ്മളെ KNRC ഒക്കെ ചെയ്യണ മാതിരി നെറ്റ് കെട്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് എന്ത് ചെയ്യും, സെറ്റാക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കല്ല് വെക്കാനുള്ള വകുപ്പില്ല. തുറന്നുകാണ്ട് കല്ല് വെക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയോ, അളമാറ പുറത്തേക്കും വരും, നമ്മളെ കെട്ട് ഉള്ളിലേക്കും പോകും. കാരണം ഇതിന്റെ അടിയിൽ കല്ല് നിൽക്കണമെങ്കിൽ എന്തായാലും എന്ത് വേണമെന്ന് അറിയോ, കുറെ തുറക്കാണ്ട് ഉള്ളിലേക്ക് തുറക്കണം. കാരണം അളമാറ പുറത്തേ അടിക്കണേ, അളമാറേ പുറത്തേക്ക് അടിക്കണേ, ഏകദേശം ആ മറ്റേ ഇടിഞ്ഞതിന്റെ ഒരടി പുറത്തേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഷേപ്പായിട്ട് കെട്ടാൻ പറ്റൂല. സ്റ്റേജ് കെട്ടിക്കാണ്ട് അൾമാറ ഊരിക്കാണ്ട് ബീമിട്ട് കെട്ടുകയാണെങ്കിൽ 500 കൊല്ലത്തിന് ഒന്നാവില്ല. ആ പണിക്കുള്ള പൈസ പറയാം അല്ലേ? അപ്പൊ നമുക്ക് റേറ്റ് പറയല്ലേ, ഏകദേശം ഒരു 10-50 ഉറുപ്പ്യ വരും. ഭീമ കെട്ടുകാണ്ട് കെട്ടി റെഡിയാക്കാനേ 10-50,000 പണി കാണണമെന്നറിയാം. കാരണം വട്ടമുള്ള കിണറാണ്. പക്ഷെ ആ വള്ളത്തിന്റെ ഗ്ലേസിങ് ഉണ്ടല്ലോ ആ കാണണേ. അയ്യാ ഇങ്ങ പാര് ആ വള്ളത്തെ ഗ്ലേസിങ് പാര്. നമ്മൾ വേറെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉങ്ക കൂപ്പിടും, എതുക്ക് തിരുമാ ടീ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, அந்த வள்ளத்து கிளேசிங்காக பாருணும். அப்போ அந்த ஃபினிஷிங்கு வேலை முடிச்சு போல இருக்கும். அதுதான் என் வேலை வந்து அழகு, കൊത്തനാര് വേല വന്ന് കളിയല്ലേ. അപ്പം എന്തായാലും ഇവിടുത്തെ ക്ലൈൻറ്റ് നമ്മൾ പറഞ്ഞ കോലത്തിൽ പൈസ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഈ വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ കാണാൻ പറ്റും.